ഞാൻ ഈ അടുത്ത സമയത്ത് 8 ലക്ഷം ആൾക്കാർക്ക് ടെമ്പററി റെസിഡൻ്റായിട്ട് കാനഡയിലൊരു പെർമിഷൻ കിട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒത്തിരി പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ യൂട്യൂബിൻ്റെ കമൻറ്റായിട്ടും ഫേസ്ബുക്കിൽ കൂടെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഒക്കെ എൻ്റെ മോന് ഇതുപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് റിസൾട്ടൊന്നും വന്നില്ല, അല്ലെങ്കിൽ PGWP ശേഷം എക്സ്റ്റൻഷനൊന്നും ഗവൺമെൻറ് തരുന്നില്ല, എന്താണ് ഗവൺമെൻറ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുമാത്രമല്ല PR വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് അതിന് റിജക്ഷൻ വന്നു, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇപ്പം വളരെയധികം ആൾക്കാർ യൂട്യൂബിൽ കൂടെ ഒക്കെ കാനഡയിലുള്ള നെഗറ്റീവുകൾ അങ്ങേയറ്റം പറയുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠനശേഷം PGWPക്ക് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നുള്ളൊരു ഇൻഫർമേഷൻ ഒന്നും വരുന്നില്ല, മാത്രമല്ല PRൻ്റെ കോട്ടയൊക്കെ വളരെ കുറച്ചത് കാരണം ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളുടെ പേരിൽ ഒത്തിരി പേര് കാനഡയെ മോശം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. കാനഡ ഒരു സ്വർഗ്ഗമാണ് എന്ന് കരുതിയാണല്ലോ പലരും ഫ്ലൈറ്റ് കയറി ഇവിടേക്ക് വന്നത്. അങ്ങനെ വന്നിട്ടുള്ളവർക്ക് ഇതൊരു നരകമായി മാറിയത് എങ്ങനെ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിന് ശേഷം കാനഡയിൽ പഠിക്കാനായിട്ട് വന്നിട്ടുള്ള പലരും ആദ്യം തന്നെ പറഞ്ഞൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ട് ടൈം ജോബ് കാനഡയിൽ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം പിന്നെ 2023-24 ആയപ്പോഴത്തേക്ക് അവരുടെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഹൗസിങ്ങിൻ്റെ റെൻറ്റുകൾ വളരെയധികം കൂടി, മാത്രമല്ല ഇവിടുത്തെ ലിവിങ് കോസ്റ്റുകളൊക്കെ വളരെയധികം കൂടി, അത് ഒരാൾക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല എന്നൊക്കെയായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് കാനഡ ഗവൺമെൻറ് കൂട്ടത്തോടെ കുറേ ആൾക്കാർക്ക് PR കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. മാത്രമല്ല അതിനുശേഷം 2021-22 കാലഘട്ടത്തിലൊക്കെ പഠിക്കാൻ വന്നവർക്കെല്ലാം പല രീതിയിലുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ കൊടുക്കുകയുണ്ടായി. അത് വർക്ക് പെർമിറ്റിൻ്റെ സമയത്തും ഇവിടെ കൂടുതൽ നാൾ നിൽക്കാനുള്ള എക്സ്റ്റൻഷനൊക്കെ കിട്ടിയത് മൂലം അങ്ങനെ അതിനുശേഷം അപ്ലൈ ചെയ്തവർക്കെല്ലാം PR കിട്ടുകയൊക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം അപ്ലൈ ചെയ്തവർക്കൊന്നും PGWP പോലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ PGWPക്ക് ശേഷമുള്ളൊരു എക്സ്റ്റൻഷൻ പീരീഡ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള 100 കൂട്ടം കംപ്ലയിൻസ് വന്നു. ഇതിനുള്ള മെയിൻ കാരണം എന്താണ്? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കാനഡ ഗവൺമെൻറ് ഒരാളോട് പോലും കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടും, അല്ലെങ്കിൽ ഇവിടെ PGWP കിട്ടും, അതുമല്ല PR കിട്ടും എന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഏജൻസികൾ പല രീതിയിലും ആൾക്കാരെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കാനഡയിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് ഭീമമായിട്ട് കിട്ടുന്ന കമ്മീഷനും ഒക്കെ കണ്ടിട്ടാവാം നിങ്ങളോട് പല രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങളും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ കാനഡ ഗവൺമെൻറ് ഇതൊന്നും അറിഞ്ഞൊരു കാര്യമേ അല്ല. കോവിഡിൻ്റെ സമയത്ത് ആൾക്കാർക്ക് ഇവിടെ കൂടുതലായിട്ട് PR കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാര്യം, ആ സമയത്ത് നാട്ടിൽ നിന്നും ഒക്കെയുള്ള PRനുള്ള ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരെ ഒന്ന് കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം അന്ന് ഫ്ലൈറ്റിൻ്റെ ബാനും ഒക്കെ ഉള്ളത് കാരണം ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ കൂട്ടത്തോടെ PR കൊടുത്തത് കണ്ടിട്ട് നാട്ടിലുള്ള ഏജൻസികൾ അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോയി കഴിഞ്ഞാൽ വരുന്നവർക്കെല്ലാം PR കിട്ടും എന്നൊക്കെ ഒരു കള്ളത്തരങ്ങൾ പറയുകയും അത് വിശ്വസിച്ചാണ് പലരും നാട്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു 30 ലക്ഷം 40 ലക്ഷമൊക്കെ മുടക്കി കാനഡയിൽ വരികയും പഠനശേഷം PR കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കാലം മാറി, ഇപ്പോഴത്തെ പുതിയ നിയമങ്ങളിലെ മാറ്റങ്ങളൊക്കെ വന്ന കാരണം ഏറ്റവും കൂടുതൽ സ്കിൽഡായിട്ടുള്ള എലിജിബിളായിട്ടുള്ള ആൾക്കാർക്കും ഹൈ CRS സ്കോർ ഉള്ളവർക്കും മാത്രമേ ഇപ്പോൾ PR കിട്ടുന്നുള്ളൂ. അതും PRൻ്റെ എണ്ണമൊക്കെ വളരെ കുറയ്ക്കുകയൊക്കെ ചെയ്തു. നേരത്തെയൊക്കെ 4-5 ലക്ഷമൊക്കെ PR കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 2 ലക്ഷമോ 3 ലക്ഷമൊക്കെ മാത്രമേ PR കൊടുക്കുന്നുള്ളൂ. അതും റെഫ്യൂജിയും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് വന്നവർക്കും അങ്ങനെ പല ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്ത് അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് PR കിട്ടുന്നുള്ളൂ. ഇപ്പോഴത്തെ ലാസ്റ്റിലത്തെയൊക്കെ ഡ്രോ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 6 മാസത്തെ ഡ്രോ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ നമ്പറിലുള്ള ഒരു PR മാത്രമേ അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു CEC കാറ്റഗറി ഡ്രോ കണ്ടക്ട് ചെയ്യുകയും അതിനകത്ത് അവർ CRS സ്കോർ ഇൻവൈറ്റ് ചെയ്തത് മുഴുവൻ 529 സ്കോറുള്ളവരൊക്കെയാണ്. 529 സ്കോർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹൈ സ്കോർ തന്നെയാണ്. അതായത് നമ്മുടെ ഏജും അല്ലെങ്കിൽ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസും ഒക്കെ എത്രത്തോളം ഉണ്ടെങ്കിൽ പോലും ഇത്രയും സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാനഡ ഗവൺമെൻറ്റിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഇത്രയധികം വിദ്യാർത്ഥികൾ വന്നതൊക്കെ കാരണം. ഒന്നാമത്തെ കാര്യം തന്നെ അവർ ഇത്രയധികം വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഇവിടെ പെർമിഷൻ കൊടുത്തു എന്നതിൽ തന്നെ അവരിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ ആപ്ലിക്കേഷനൊക്കെ അന്നേരം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയധികം ആൾക്കാർ വരുമെന്നൊന്നും അവർ വിചാരിച്ച് കാണത്തില്ല. അത് കാരണം തന്നെ ഇത്രയധികം ആൾക്കാർ വന്നത് കാരണം ഇവിടെ ഉള്ള കാനേഡിയൻസിന് തന്നെ പലർക്കും ജോലി നഷ്ടപ്പെടുകയും മാത്രമല്ല ഹൗസിംഗ് പ്രൈസസ് കൂടുകയും ഇതിനൊക്കെ റിസൾട്ട് എന്ന രീതിയിൽ
ആ ഗവൺമെൻറ് തന്നെ താഴെ വീഴുകയും പുതിയൊരു ഇലക്ഷൻ വരികയൊക്കെ ചെയ്തു. ഇതുകൂടാതെ തന്നെ പല ഇല്ലീഗലായിട്ട് ആൾക്കാർ ഇവിടെ കാനഡയിൽ വന്നത് കാരണം അവരൊക്കെ US മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ കുറേ പേര് ബോർഡറിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ US കാനഡയും തമ്മിലുള്ള ബന്ധം പോലും പ്രശ്നത്തിലാവുകയും അതിനുശേഷം ബോർഡറിലൊക്കെ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സൊക്കെ അവർ US ഗവൺമെൻറ് കാനഡയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തു. നാട്ടിലുള്ള ഏജൻസികൾ ആകെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്കൊരു കമ്മീഷൻ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം പല വിദ്യാർത്ഥികളെ ഇവിടെ ഉള്ള പല ടൈപ്പ് കോളേജുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം ഗ്രേഡ് കൂടിയതും ഗ്രേഡ് കുറഞ്ഞതുമായിട്ടുള്ള പല കോളേജുകളുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ കാനഡയിലും ഇവിടെയുള്ള കനേഡിയൻസിന് കുട്ടികളൊന്നും പഠിക്കാൻ ആഗ്രഹിക്കാത്ത പല കോളേജുകളിലും പല കോഴ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പല കോഴ്സുകളാണ് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് പഞ്ചാബ് പോലത്തെ സ്റ്റേറ്റും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ പല വിദ്യാർത്ഥികളും തീരെ നിലവാരം കുറഞ്ഞ പല കോളേജുകളിലാണ് അവർ പഠിക്കുകയും അങ്ങനത്തെ ആർക്കും വേണ്ടാത്ത കോഴ്സുകളൊക്കെയാണ് അവരെടുത്തിട്ടുള്ളത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ കോളേജിന് അഫിലിയേഷൻ ഇല്ലാത്ത കാരണം അവർക്ക് ഒരു PR ആപ്ലിക്കേഷൻ പോലും സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. മാത്രമല്ല അവരുടെ കോഴ്സിന് യാതൊരു രീതിയിലുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത കാരണം അവർ ആ കോഴ്സൊക്കെ വിട്ടിട്ട് വേറെ പല ജോലികളാണ് ഇപ്പം കാനഡയിൽ ചെയ്യുന്നത് പോലും. മലയാളികളാണ് പിന്നെയും കുറച്ചുകൂടെ ഇതിനൊക്കെ അറിവ് കൂടുതലുള്ളത് കാരണം കുറച്ചുകൂടി യുക്തിപരമായിട്ടുള്ള കോഴ്സുകളൊക്കെ എടുത്തിരിക്കുന്നത് മലയാളികളും അങ്ങനത്തെ കുറേ സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികളും മാത്രമാണ്. ഒരു വിദേശ രാജ്യത്ത് പോയി പഠിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. വർഷങ്ങൾക്കൊക്കെ മുമ്പ് USA ആയിരുന്നു പല വിദ്യാർത്ഥികളും ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ US പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലും പലർക്കും അതിനുശേഷം അവിടെ ഗ്രീൻ കാർഡ് കിട്ടുകയും അവിടെ ഒരു സിറ്റിസൺ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇപ്പോൾ ഒരു അടുത്ത സമയത്ത് കാനഡയുടെ ഒരു ട്രെൻഡ് വരികയും അതിനുശേഷം ഒത്തിരി പേര് കാനഡയിലേക്ക് ഇതുപോലെ തന്നെ പഠിക്കാൻ വരികയും ഇവിടെ PR കിട്ടുകയും സിറ്റിസൺ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഈ അടുത്ത സമയത്ത്, പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി പേര് കാനഡയിലേക്ക് പഠിക്കാനൊക്കെ വന്നത്. കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുള്ള പല വിദ്യാർത്ഥികളുടെ കേസിൽ കാനഡ ഗവൺമെൻറ് കുറച്ചുകൂടി ജെന്യുവിനായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് പഠിക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ എന്നെല്ലാം SOP എഴുതി വാങ്ങി എന്നുള്ളത്. SOP എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ പഠനശേഷം അവർ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകും എന്ന് ആ വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ എഴുതി വാങ്ങിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അങ്ങനെ എഴുതി വാങ്ങിയത് മൂലം ഇവിടെ കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഒരു PR കിട്ടുന്നില്ലെങ്കിൽ പോലും ഇവിടെ ഉള്ളൊരു കോടതിയിൽ അതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാനോ ഇത് ചലഞ്ച് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഏജൻസികളൊക്കെ ഇതൊരു ഡോക്യുമെൻസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് SOP, അതിലൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെയുള്ള പല കള്ളങ്ങളും പറയുകയൊക്കെ ചെയ്തത് കാരണമാണ് ഇങ്ങനെ വിദ്യാർത്ഥികൾ ഈ ഇത്രയധികം പ്രതീക്ഷയോട് കൂടി ഇവിടെ കാനഡയിൽ വരികയും അതിനുശേഷം ഇതൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റേതായുള്ള വിഷമങ്ങൾ വരുമൊക്കെ ചെയ്തത്. ഞാനിതൊക്കെ പറയുമ്പോൾ ഇവിടെ പഠിക്കാൻ വന്ന ഒരാൾക്ക് പോലും ഇനിയും PR കിട്ടത്തില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും CRS സ്കോറിൽ നല്ല രീതിയിൽ CRS സ്കോറിലുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ഇവിടെ കാനഡയിൽ PR കിട്ടുകയും അതിനുശേഷം ഇവിടെ സിറ്റിസൺ ആവുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു ഫ്രഞ്ച് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു PR കിട്ടേണ്ട രീതിയിലുള്ള ഒരു ജോബിലേക്ക് മാറേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ബാക്കിയുള്ളവർക്കെല്ലാം PR കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് നോമിനേഷൻ പ്രോഗ്രാമോ അല്ലെങ്കിൽ റൂറൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൽ വരുന്ന എന്തെങ്കിലും ഒരു ജോബിൻ്റെ രീതിയിലുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും സാധ്യതകളൊക്കെ ഇനിയും ഉണ്ട്. നമ്മൾ ആ സാധ്യതകൾ മാക്സിമം കണ്ടെത്തുക എന്നതിലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഈ ഏറ്റവും അടുത്തുള്ള ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരു 2000 വിദ്യാർത്ഥികളാണ് അവരുടെ ഒരു വർക്ക് പെർമിറ്റിന് ശേഷം അവർക്ക് എക്സ്റ്റൻഷൻ കിട്ടാത്ത കാരണം തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോഴേ തയ്യാറെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രാജ്യം സ്വർഗമായി തന്നെ തീരും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.